10-20 രൂപയ്ക്കൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ കൂട്ടിയിട്ടേക്കുന്നത്. ഈ പ്രൊജക്ടർ അടിപൊളി സാധനം, DSLR ഒക്കെ ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട്. ബോട്ടിൻ്റെ ഒറിജിനൽ വാച്ച് ചവർ പോലെ കേട്ടോ. RC കാറുകളുണ്ട്. ആ ബാറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ടോക്കിയോടെ ഒറിജിനൽ മെഡൽ. അതുമാത്രമല്ല ഇഷ്ടം പോലെ ആൻറ്റിക് സാധനങ്ങൾ കുറേ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഐപോഡൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. DJയുടെ ഗിംബലുണ്ട്. പിന്നെ ക്യാമറാസ് കാണിക്കുന്നുണ്ട്. ബൂട്ട്സ്, ഷൂസ്, ഇതൊക്കെ കുറേ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പിയാനോ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ശ്രീജിത്തിനെ കാണുന്നുണ്ട്. ശ്രീജിത്തിനായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൈറ്റ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബസാർ വീഡിയോ ആണ് ഇടുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ കൈ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളെ ഇൻട്രോ കണ്ടവർക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒട്ടും ബോറടിക്കാത്ത ഒരു വീഡിയോ ആയിരിക്കും ഇത് വരുന്നത്. മാക്സിമം എല്ലാത്തിൻ്റെ പ്രൈസ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ചോർ ബസാറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ പരിപാടി ഇന്നത്തെ കൊണ്ട് നിർത്തി. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ഓർഡർ എടുത്തുകൊണ്ട് ആ സാധനം നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ചോർ ബസാറിൽ നിന്നുള്ള പരിപാടി നിർത്തി. നമുക്ക് ഇഷ്ടംപോലെ ബാഡ് കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് നമ്മളിപ്പോൾ ആ പരിപാടി നിർത്തിയിരിക്കുന്നു. ഏകദേശം എന്താ പറയുന്നത്, പോലീസ് ഇടപെടേണ്ട അവസ്ഥകൾ വരെ ഉണ്ടാകേണ്ടതായിരുന്നു. പിന്നെ നൈസായിട്ട് ഒഴിവാക്കി. ഞാനിവിടെ കാര്യം പറയുന്നില്ല. എല്ലാവർക്കും എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനത് സെപ്പറേറ്റ് എന്താ കാര്യമെന്നൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാം. അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ ചോർ ബസാറിൽ നിന്ന് സാധനങ്ങളൊന്നും എടുത്തു കൊടുക്കുന്നില്ല. ജെന്യൂൻ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും വരും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചാനൽ കൊടുത്തേക്കാം. അതിനകത്ത് വരുന്ന സാധനങ്ങൾ മാത്രം, അതായത് നമ്മളിവിടെ കടയിൽ നിന്ന് എടുക്കുന്ന ഐറ്റങ്ങൾ മാത്രം ഞാൻ ഇനി കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ വീഡിയോ കാണുന്ന ഒരു 98% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏകദേശം ഒരു 7 മണിയാക്കിയപ്പോഴാണ് വന്നത് കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും എടുത്ത് കൊടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് പതിയാണ് എത്തിയത് കേട്ടോ. കാരണം ഇന്ന് നമ്മൾ വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കയ്യിലെടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേ പ്രിൻറ്റഡ് ടീഷർട്ടുകൾ. നമ്മളെല്ലാ പ്രാവശ്യം പരിചയപ്പെടുത്തുന്നുണ്ട്. 150 രൂപ 200 രൂപ റേറ്റൊക്കെയാണ് പിന്നെ പ്രിൻറ്റഡ് ടീഷർട്ടുകൾ കേട്ടോ. ലേഡീസ് ബാഗുകളൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. ട്രാവൽ ബാഗുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ 200 രൂപ 300 രൂപ 400 രൂപ റേറ്റിൽ വരുന്ന ഷൂസുകളാണ് ഈ വരുന്നത് മൊത്തം. നേരെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു അടിപൊളി ബൈനോക്കുലർ കിട്ടി. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ബൈനോക്കുലർ 300 രൂപ ബൈനോക്കുലർ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം. പിന്നെ DSLR നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്തെടുക്കാം. ഇന്ന് 5000 രൂപയുള്ള DSLR ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൈ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തേനെ. പിന്നെ ഐപാഡും മാക്ബുക്കൊക്കെ എടുത്ത് അവിടെ വെച്ചിരുന്നുണ്ട്. പിന്നെ കുറേ സ്ഥലത്ത് നമ്മളിന്ന് പിയാനോസ് കണ്ടു കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. കുറേ യമഹോ കാസിയോടെയൊക്കെ കുറേ പിയാനോകൾ കണ്ടിട്ടുണ്ട്. പിന്നെ അഡാപ്റ്ററൊക്കെ കൂടിയിട്ടുണ്ട്. 20 രൂപ 30 രൂപ റേഞ്ചുള്ളൂ കേട്ടോ. പിന്നെ 1500 രൂപ 3000 രൂപയുടെ ലാപ്ടോപ്പുകൾ, ഷൂസൊക്കെ ഇന്ന് കുറച്ച് വെറൈറ്റി ഷൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വരാൻ നേരത്ത് നമുക്ക് അറിയാം 1500 രൂപ 2000 രൂപ എന്തായാലും ആവും ഷൂസിന്. ആ ക്വാളിറ്റിയുള്ള ഷൂസാണ് ഇവിടെ കിട്ടുന്നത്. നമ്മളെല്ലാ വീഡിയോയ്ക്കും പറയുന്നുണ്ട് ഷൂസിന്. ഇത് കണ്ടോ, ഇതിൻ്റെ കണ്ടില്ല, നമ്മൾ ഒറിജിനൽ ഈ നൈക്കി മോഡൽ മേടിക്കുന്ന ആ സെയിം സാധനം സെയിം ക്വാളിറ്റിയും കിട്ടും. ഇതുണ്ട്. ഇതൊക്കെ എന്താണല്ലോ ഒരു 2 രൂപ എന്താണല്ലോ ആവും കേട്ടോ. 1500 രൂപ 2000 രൂപ എന്താണല്ലോ ആവും. പിന്നൊക്കെ 350 രൂപയുടെ ചെരുപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ലോക്കൽ സാധനം കേട്ടോ. 350 രൂപ 500 രൂപയ്ക്ക് ഇടയ്ക്കൊക്കെ എന്തായാലും വരും. പിന്നെ നമ്മൾ സ്ഥിരം കൊടുക്കാറുള്ള ഐവാച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോഴും കൊടുക്കാറുണ്ട്. കാരണം ഇത് ഇവൻ്റെ ഷോപ്പിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന കേട്ടോ. 9ഉം 10ഉം Ultra 2 എല്ലാം കൊടുക്കാറുണ്ട്. ഇതിൻ്റെ തിരക്ക് ഇതാണ് ഇന്നത്തെ തിരക്ക്. നമ്മൾ സാധാരണ അപേക്ഷിച്ച് ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ് വരുന്നത്. ഇതുകൊണ്ട് മച്ചാനൊരു ഇലക്ട്രിക് ഗിറ്റാർ കിട്ടി, ലക്കിന് കിട്ടിയതാണ്. പിന്നെ ബൂട്ട്സ് കുറച്ചുണ്ടായിരുന്നു. ബൂട്ട്സ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇതും വരാൻ നേരത്ത് ഒരു 1000 രൂപ 1500 രൂപ റേഞ്ചിൽ വരും കേട്ടോ. ഫുട്ബോൾ ബൂട്ടുകൾ വരുമ്പോൾ ഐഡാസ് നൈക്കിയുടെയൊക്കെ ബൂട്ട്സൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടല്ലോ വൈറ്റ് ഒരു അടിപൊളി സാധനമല്ലേ. വൈറ്റിൻ്റെ ഒരു ബൂട്ടും കണ്ട്. ഇത് നമുക്ക് ഈ ചൂട് കാരണമാണ് തിരക്ക് കുറവ്. പിന്നെ ഇതുണ്ട് ഈ നൈക്കിയുടെ. ഇത് നമുക്കൊരു 5A ക്വാളിറ്റി വരുന്നത് കേട്ടോ. 5A ക്വാളിറ്റി 7A ക്വാളിറ്റി വരുന്നത്. ഇത് വരാൻ നേരത്ത് നമുക്കൊരു 700 രൂപ 1000 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും. ഒരു 7A ക്വാളിറ്റി കിട്ടുവാണെങ്കിൽ ഒരു 1000 രൂപ 1100 രൂപ ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ. 5A ആണെങ്കിൽ ഒരു 800 രൂപ റേറ്റിൽ. പക്ഷേ 7A ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനം കേട്ടോ. പുതിയ സാധനം വരുന്നത്. പിന്നെ റൈഡിങ് ജാക്കറ്റ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് കിടക്കുന്ന കവാസാക്കിയുടെയൊക്കെ ഒറിജിനൽ റൈഡിങ് ജാക്കറ്റാണ്. ഇവിടെയും കൊണ്ട് കാസിയോടെ ഒരു പിയാനോ ഉണ്ടല്ലേ, പുത്തൻ പിയാനോ കേട്ടോ. പുത്തൻ പിയാനോ മറയിൽ എങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടുന്ന് കണ്ടോ ഒരു ഹാൻഡി ക്യാം കാണുന്നുണ്ട്. കനോണിൻ്റെ ഉണ്ട്, സോണിയുടെ ഉണ്ട്. ഇതെല്ലാം വർക്കിംഗ് കേട്ടോ. ഈ സോണിയുടെ സാധനവും ഇതെല്ലാം വർക്കിംഗ് ആണ്. വർക്ക് ചെയ്ത് കാണിക്കാമെന്ന് എടുക്കുവാണെങ്കിൽ വർക്ക് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മോണിറ്റർ കാര്യങ്ങൾ, വാക്വം ക്ലീനർ, LGയുടെ വാക്വം ക്ലീനർ ആയിരിക്കുന്നത് 2000 രൂപയാണ് പറഞ്ഞത്. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു പിയാനോ ഉണ്ട് ബാറ്ററി വെച്ചിട്ട് നോക്കുന്നത്. ഇതെല്ലാം സ്വിച്ചും വർക്കിംഗ് കേട്ടോ.
ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാ സ്വിച്ചും വർക്കിംഗ് ആയിട്ടുള്ള ഒറിജിനൽ പിയാനോയുടെ സൗണ്ട് വരുന്ന ഐറ്റം. പിന്നെ സൗണ്ട് സിസ്റ്റം നമ്മൾ എല്ലാ വീഡിയോക്കകത്തും കാണിക്കുന്നുണ്ട് സൗണ്ട് സിസ്റ്റങ്ങൾ. ഇതിനൊക്കെ 1000 രൂപ റേറ്റിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഐപാഡൊക്കെ ഈ അമ്മച്ചിയുടെ ഇരുന്ന് വിൽക്കുന്നുണ്ട് ഐപാഡൊക്കെ. പിന്നെ ഇന്ന് നമ്മൾ കണ്ട DJയുടെ ഒരു അടിപൊളി ഗിംബൽ. ഇതിന് നമുക്ക് ചാർജില്ല, അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 800 രൂപ ചോദിക്കുന്നുള്ളൂ ഈ സംഭവം. പിന്നെ JBLൻ്റെ ഒരു ചെറിയൊരു സ്പീക്കറുണ്ട്. ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടോ, JBLൻ്റെ സ്പീക്കർ 100 രൂപ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ പഴയ നമുക്ക് ഡിസ്പ്ലേ ഒക്കെ വെക്കാൻ പറ്റുന്ന പഴയ ക്യാമറാസൊക്കെ റേറ്റ് വരുന്നുണ്ട്. 200 രൂപ 300 രൂപ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. കുറേ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ. പിന്നെ വണ്ടിയുടെ LED ബൾബുകൾ, ഇന്ന് നമ്മൾ കണ്ടതിനകത്ത് വണ്ടിയുടെ LED ബൾബുകളുണ്ട്. നമ്മളിത് കണ്ടോ ചെക്ക് ചെയ്ത് കാണിച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഈ LED ബൾബിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും, വണ്ടിയുടെ ഇൻഡിക്കേറ്ററും ഉണ്ട്. 50 രൂപ 80 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഇൻഡിക്കേറ്ററും വരുന്നത്. 100 രൂപയ്ക്ക് താഴെ നമുക്ക് ഇൻഡിക്കേറ്ററും കിട്ടും. ഇതുണ്ട് ഒരു LED ബൾബ്. ഇത് നമ്മളെല്ലാം വർക്ക് ചെയ്ത് കാണിച്ചിട്ടേ നമുക്ക് തരത്തുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന നേരത്ത് കുറേ ടോയ് ഗണ്ണുകളൊക്കെ നമ്മളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി ഇവിടെയും കണ്ട് കുറച്ച് ഡീറ്റെയിൽ ക്യാമറാസൊക്കെ, പക്ഷേ ഇത് വർക്കിംഗ് അല്ല കേട്ടോ. പിന്നെ സോണിയുടെ ഒരു ഫുൾ സിസ്റ്റം, ഇത് ഞാൻ ചോദിച്ചപ്പോൾ 1500 രൂപയെന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഫുൾ സിസ്റ്റം, ആ സ്പീക്കർ അടക്കമുള്ള ഇതൊക്കെ ഉണ്ട്. പഴയ മോഡൽ സോണി ക്യാമറാസൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ വർക്കാകത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡിസ്പ്ലേ വെക്കാൻ വേണ്ടി 100-200 രൂപയ്ക്കൊക്കെ മേടിക്കുക സാധനം. പിന്നെ കുറേ പോർട്രേറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പഴയ പോർട്രേറ്റുകൾ, ഹാർഡ് ഡിസ്കുകൾ കണ്ടിരുന്നു നമ്മൾ കണ്ട്. ഇതുണ്ട് മറ്റേ ചൈനീസിൻ്റെ ശബ്ദം വരുന്ന, അടിക്കുമ്പോൾ നല്ല ശബ്ദം വരുന്ന ഐറ്റമാണ്. പിന്നെ ഒരു ഐപോഡ് ഞാൻ ഇവിടെ ഇടയ്ക്ക് ഒന്ന് പൊക്കിയതാണ്, പക്ഷേ അത് ഓണാക്കിയപ്പോൾ വർക്കാകുന്നുണ്ട് കണ്ടോ. ഒരു ഐപോഡ് വർക്കാകുന്നുണ്ട്. ജോയ്സ്റ്റിക്ക് അതും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ എക്സാക്റ്റ് ചോദിച്ചില്ല. ഇവിടെയും കണ്ടു കേട്ടോ, 700x സൂം ചെയ്യാൻ പറ്റുന്ന സോണിയുടെ ക്യാമറ. പക്ഷേ ഇത് വർക്കല്ല, അവൻ പറഞ്ഞാൽ എന്തോ ചെറിയ കംപ്ലയിൻ്റ് ആണെന്നാണ്. പക്ഷേ നമുക്കിത് വിശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ല. 50 രൂപയുടെ ഡ്രോണ്, 50 രൂപയുടെ ഡ്രോണാണ് ഈ കാണുന്നത്. ചെറിയ ഡ്രോൺ, ഒത്തിരി ഹൈറ്റിലൊന്നും പോകുന്നു വിശ്വസിക്കേണ്ട. പിന്നെ പഴയ കാസറ്റുകൾ കുറേ കണ്ടു, കുറേ പാട്ടിൻ്റെ ഇരിപ്പുണ്ട്. പഴയ കാസറ്റുകൾ. വാച്ചുകളുണ്ടോ, വർഷങ്ങൾ പഴക്കമുള്ള വാച്ചുകളാണ്. ഒറിജിനൽ വാച്ചുകൾ, വിൻറ്റേജ് വാച്ചുകൾ, വിൻറ്റേജ് മോഡലല്ല, വിൻറ്റേജ് വാച്ചുകൾ. പഴയ ഫിലിപ്സിൻ്റെ ഒരു റേഡിയോ, ഇതൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു പഴയ സ്റ്റാമ്പ് കളക്ഷൻസ്, കോയിൻസ്, ഇതൊക്കെ ആൻറ്റിക് സാധനങ്ങളാണ്. ഇതുണ്ട് 50 രൂപയുടെ അഡാപ്റ്റർ കേട്ടോ. 50 രൂപയുടെ അഡാപ്റ്റർ, 50 രൂപയുടെ സ്പീക്കറൊക്കെയാണ്. പിന്നെ നമ്മളിവിടെ ഒരു പോർട്രേറ്റ് കണ്ട്, ഇങ്ക് പെന്നുകൊണ്ട് വരച്ചതാണ്. 1987 ഇങ്ക് പെന്ന് കൊണ്ട് വരച്ച ഒരു പോർട്രേറ്റാണ്. പിന്നെ ടോക്കിയോയുടെ ഒരു മെഡൽ, ഇതൊക്കെ ഒറിജിനൽ മെഡലാണ്. ഇവരെല്ലാം എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല. ഇത് കണ്ടോ, സ്വിമ്മിങ് അസോസിയേഷൻ്റെ 1993 ഞാൻ ജനിച്ച വർഷത്തെ ഒരു സ്വിമ്മിങ്ങിൻ്റെ അസോസിയേഷൻ കൊടുത്തൊരു മെഡലാണ്. പിന്നെ ഇതുപോലെ ചെറിയൊരു കത്തി കണ്ടു. അതിൻ്റെ കത്തിയുടെ കവറ് നമുക്കറിയത്തില്ല തടിയാണോ ആനക്കൊമ്പാണോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് രഥം, കൃഷ്ണൻ്റെ തേര് കളിക്കുന്ന രഥം, ഇത് മൊത്തം പിത്തള കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. നല്ല വെയിറ്റ് ഉണ്ട്, 5 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്കിത് എടുക്കാൻ പറ്റിയില്ല. 1500 രൂപയ്ക്ക് വേറെത്തിന് എടുത്തുകൊണ്ട് പോയി. ഇതുപോലെ ടൂൾസൊക്കെ ഉണ്ട്. ഇതിനൊക്കെ 30 രൂപ റേറ്റ് വരുന്നുണ്ട് ഈ ടൂൾസിനും കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ വരുന്ന നേരത്ത് 200-300 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഇവിടെ കണ്ടല്ലോ ഫ്രണ്ടും ഫോർവേഡും ബാക്ക്വേഡും പോകുന്ന ഡ്രില്ലുകളൊക്കെ. ഇതിന് അവൻ 1000 രൂപയ്ക്കാണ് അവൻ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, ഫോർവേഡും ബാക്ക്വേഡും വരുന്ന ഡ്രില്ലുകളെ. ഇന്ന് പിന്നെ ഇതുപോലെ കുറേ RC കാറുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം 550 രൂപ 650 രൂപ റേഞ്ച് വരുന്നുള്ള കുറേ RC കാറുകൾ. പ്രൊജക്ടർ വന്നിട്ടുണ്ട്. പ്രൊജക്ടർ വരാൻ നേരത്ത് നമുക്ക് റേറ്റ് വരുന്നത് 800 രൂപയാണ് പ്രൊജക്ടറിന് വരുന്ന റേറ്റ് വരുന്നത് കേട്ടോ. 800 to 1000 രൂപ ഈ പ്രൊജക്ടറിന് റേറ്റ് വരുന്നത്. ഇനി അത് പക്ഷേ വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേറൊരു LED പ്രൊജക്ടർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചില്ല, അത് കുറച്ചുകൂടി എന്തായാലും റേറ്റ് വരും. പിന്നെ ഒഫീഷ്യലായിട്ട് നമ്മൾ എന്താ പറയുന്നത്, പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിങ് മൈക്കുകൾ, ഇതെല്ലാം ബോട്ടിൻ്റെ വാച്ചസ് കേട്ടോ. എല്ലാം വർക്കിങ്. ഏതെടുത്താലും 300 രൂപ തൊട്ട് 500 രൂപ വരെയുള്ള കേട്ടോ. ഇതിനൊക്കെ 300 രൂപ റേറ്റ് വരുന്നത്, റൗണ്ട് വരുമ്പോൾ 500 രൂപ. എല്ലാ ബോട്ടിൻ്റെ വാച്ചസും വർക്കിങ് കേട്ടോ. എല്ലാ ബോട്ടിൻ്റെ വാച്ചസും വർക്കിങ്. ഇവിടെ കണ്ട് പിന്നെ കുറേ ഒരു ഓട്ടോമാറ്റിക് പോലത്തെ വാച്ചുകളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ വരാൻ നേരത്ത് ഒരു 500 രൂപ തൊട്ട് 1000 രൂപയുടെ റേഞ്ചിലാണ് ഈ വാച്ചസ് മൊത്തം ഇരിക്കുന്നത്. ഇതുണ്ട് ടൈറ്റാൻ്റെ കോപ്പി വാച്ചസൊക്കെയാണ് താഴെ ഇരിക്കുന്നത്. ഫസ്റ്റ് കോപ്പി വാച്ചസാണ് ടൈറ്റാൻ്റെയൊക്കെ. പിന്നെ സ്പോർട്സിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ന് സാധനം എടുക്കുന്നുണ്ടായിരുന്നുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഗ്ലൗസൊക്കെ വരുമ്പോൾ 500 രൂപ തൊട്ട് 1000 രൂപ വരെയുള്ള ഗ്ലൗസുകളുണ്ട്. ബാറ്റുകൾ 500 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്ങാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു സ്കേറ്റിംഗ് ഷൂസ് കണ്ടു. പക്ഷേ അതുകൊണ്ട് നമ്മളത് എടുത്ത് നോക്കി, പുത്ത സാധനം, അടിപൊളി ക്വാളിറ്റിയുള്ള സാധനം. 600 രൂപയുടെ റേറ്റ് വരുന്നത് കേട്ടോ. 600 രൂപയുടെ റേറ്റ് വരുന്ന ഒരു സ്കേറ്റിംഗ് ഷൂ. നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടോ? നല്ല പുത്ത സാധനം കേട്ടോ. ഇന്ന് വീലൊന്നും നിലത്ത് മുട്ടിയിട്ടില്ല. ലാപ്ടോപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. 1500-3000 ആ റേഞ്ചിൽ കിട്ടും. പിന്നെ ഇവിടെയും കുറച്ച് ഷൂസുകൾ നമ്മൾ പരിചയപ്പെടുത്ത ക്വാളിറ്റിയുള്ള ഷൂസാണ് ഇവിടെ. ഇതിന് എന്തായാലും ഒരു 1500-2000 രൂപ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ബാറ്റുകൾ എടുക്കേണ്ടായിരുന്നു, 2-3 ബാറ്റുകളെ. അതുകൊണ്ട് നമ്മളത് ചെക്ക് ചെയ്യണം. ഒരു GMൻ്റെ ബാറ്റുകൾ, ഇംഗ്ലീഷ് വില്ലയാണ് വരുന്നത്.
അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. നമ്മൾ ഒരു GM 2 SS നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുണ്ട്. അതുപോലെ നമ്മളെപ്പോലെ തന്നെ നമ്മൾ വേറൊരു ബയ്യെ വന്നിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നമുക്കവിടെ സ്റ്റിച്ച് ബോർഡും നമുക്ക് തരും. അവിടെ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി സാധനം എടുത്തുകൊണ്ട് പോകാം. പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള ബാറ്റുകൾ, അതായത് എല്ലാം കളിച്ച് ഓപ്പൺ ആയിട്ടുള്ള ബാറ്റ് വേണമെങ്കിൽ അതും കിട്ടും കേട്ടോ. പിന്നെ ഡ്രോൺസ്, അവിടെ ഇവിടെ ആൾക്കാർ ഡ്രോൺ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ 1000 രൂപ ഡ്രോൺസ് ആട്ടോ, ലോക്കൽ ഡ്രോൺസ് ആണ്. കുറച്ച് ഹൈറ്റിലൊക്കെ പോകുന്നേ ഉള്ളൂ. ക്യാമറ ക്വാളിറ്റി ഒന്നും അത്രയും പ്രതീക്ഷിക്കേണ്ട. പിന്നെ കുറേ ഇത് ഹോണുകൾ 30 രൂപ റേറ്റ്. ഇതിന് ഇവൻ കണ്ടോ ചെക്ക് ചെയ്യിക്കുന്നുണ്ട്. ബാറ്റ് ചെക്ക് ചെയ്ത് ഇതിൻ്റെ ഹാൻഡിലും ചെക്ക് ചെയ്ത് അവൻ കയറി ചവിട്ടി കാണിക്കും. അങ്ങനെ ചെക്ക് ചെയ്താണ് ഇവൻ സാധനം കൊടുക്കുന്നത്. ബാറ്റുകളൊക്കെ നമുക്ക് 500 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ടോ ബാറ്റുകൾ. ഞാനിവിടെ ബാറ്റ് നോക്കി എടുക്കുന്നുണ്ട്. നമുക്ക് 3 എണ്ണം വേണമായിരുന്നു. നമ്മൾ എടുത്ത 2 SS ഒരു GM ആണ് എടുത്തത് കേട്ടോ. ഒരു GM നമുക്ക് പേഴ്സണലിന് വേണ്ടി, 2 SS നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഒരു കൂട്ടുകാരന് വേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ വുഡ്ലാൻഡ് മോഡൽ കുറച്ച് ഷൂസുകളൊക്കെ വന്നിട്ടുണ്ട്. വുഡ്ലാൻഡ് മോഡൽ ഷൂസ് എന്തായാലും 1000 രൂപയ്ക്ക് താഴെ എന്തായാലും വരുള്ളൂ. 500-1000 രൂപയ്ക്ക് മുകളിൽ. ഇത് നമ്മളെടുത്ത ഒരു ബാറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇവിടെ നിന്ന് കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് ബാറ്റ് സ്പോർട്സിൻ്റെ ഐറ്റങ്ങൾ സംഭവം ഒന്ന് ചെക്ക് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ LED ബൾബിൻ്റെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവിടെ 30-40 രൂപയ്ക്ക് LED ബൾബ് കിട്ടുന്നതുണ്ടോ. ഏതെടുത്താലും 10 രൂപ വരുന്നുള്ളൂ. എന്ത് വേണം നോക്കിയെടുക്കാം. എന്ത് വേണം നോക്കിയെടുക്കുക. ഇതിനകത്തൊന്നും ഏതെടുത്താലും 10 രൂപ വരുന്നുള്ളൂ. പിന്നെ ഇവിടെയും കുറേ ആൻറ്റിക് സാധനങ്ങൾ കാണാം കേട്ടോ. കുറേ കല്ലുകൾ, കളറിലെ കല്ലുകൾ, പഴയ നാണയങ്ങൾ, ശംഖ്, കുറേ ശിവലിംഗങ്ങൾ കാണാം നമുക്ക്. ഇങ്ങനെ കുറേ ഐറ്റങ്ങൾ. പിന്നെ ഇവിടെയും കുറച്ച് പ്രൊജക്ടറും കാര്യങ്ങളും ഈ പ്രിൻ്റർ എല്ലാം ഇരിപ്പുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യിച്ചിട്ട് നമുക്ക് തരുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നമുക്കൊരു സോണിയുടെ ഒരു സൗണ്ട് സിസ്റ്റം കാണാം ഇരിക്കുന്നത്. അവിടെ ഒരു റേഡിയോ, പഴയ ഒരു റേഡിയോ കാണാം ഇരിക്കുന്നത്. പിന്നെ പാർ ലൈറ്റുകൾ കാണാം ഇരിക്കുന്ന, വാക്വം ക്ലീനർ, ട്രൈപ്പോഡുകൾ, ക്യാമറ ട്രൈപ്പോഡുകൾ. ഇവിടെയും കാണാം ഒരു DJ സെറ്റ് ഇരിക്കുന്നുണ്ട്. DJ സെറ്റ്, പഴയ ഒരു റേഡിയോ, ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാം കേട്ടോ. പിന്നെ ഇതുണ്ട് 10 രൂപ 20 രൂപയുടെ ടാപ്പുകളാണ്. ഇവിടുന്ന് എന്നെ എടുത്താലും 10 രൂപ 20 രൂപയുള്ള ടാപ്പുകൾ, പ്ലാസ്റ്റിക്കാണ്. വന്ന് ചെക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ 20 രൂപ 30 രൂപയുടെ എയർപോഡുകളും കാര്യങ്ങളും. ഇതൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന സാധനമല്ല കേട്ടോ. പിന്നെ വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മൾ കുറച്ച് ടീഷർട്ടുകളുണ്ട്. 5 സ്ലീവ് ഡ്രോപ്പ് ഷോൾഡർ ടീഷർട്ടുകൾ കാണും കേട്ടോ. 150 രൂപ തൊട്ട് 300 രൂപയ്ക്ക് ഇടയ്ക്ക് കിട്ടും. ഇഷ്ടംപോലെ പയ്യന്മാരുടെ തിരക്ക് അവിടെ. ട്രാക്ക് പാൻറ്റുകൾ 100 രൂപ, 150 രൂപ, 200 രൂപ ആ റേഞ്ചിൽ ഇഷ്ടംപോലെ ട്രാക്ക് പാൻറ്റുകൾ കിട്ടും. 50 രൂപയുടെ തൊപ്പികളുണ്ട്. ട്രാവൽ ബാഗൊക്കെ നമുക്ക് 500 രൂപ തൊട്ട് നമുക്ക് ട്രാവൽ ബാഗുകൾ കിട്ടും കേട്ടോ. ട്രോളി ബാഗുകൾ കിട്ടുന്നുണ്ട്. ഈ റേറ്റൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് 800-1000 രൂപ റേറ്റ് വരും. നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞ റേറ്റാണ് പറഞ്ഞത്. നമുക്ക് 500 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് കിട്ടും. പിന്നെ ഇതുപോലെ ക്രോക്സ് 150 രൂപയുടെ ചെറിയ ക്രോക്സ് മോഡലുള്ള ചെരുപ്പുകളുണ്ട്. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും കുറേ പ്രിൻ്റഡ് ടീഷർട്ടുകളുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 250 രൂപയാണ് ആ ടീഷർട്ടിനെ. പിന്നെ 150 രൂപയുടെ ട്രാക്ക് പാൻറ്റുകൾ ഇരിക്കുന്നത് മൊത്തം. എല്ലാം 150 രൂപയുടെ ട്രാക്ക് പാൻറ്റുകൾ ഇരിക്കുന്നത്. ഇവിടെ ആൾക്കാർ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറവാണ് തിരക്ക്. ഇന്നേയും ഈ ചൂടുന്നുണ്ടായിരിക്കും. ഈ ഇരിക്കുന്ന വാച്ചുകൾ മൊത്തം 100 രൂപയുടെ വാച്ച് കേട്ടോ. ഫിക്സഡ് പ്രൈസാണ്. 100 രൂപയുടെ വാച്ചുകളായിരിക്കുന്നത് ഫുള്ള്. ഇതുണ്ടോ 150-200 രൂപയുടെ ബാഗുകളുണ്ടോ. ഈ ഇരിക്കുന്ന വാച്ചിന് മൊത്തം 150-250 രൂപയ്ക്ക് വരുന്ന വാച്ചുകളായിരിക്കുന്ന ഫുള്ള് കേട്ടോ. താഴെ ഇരിക്കുന്ന എല്ലാം 100 രൂപയും മേളിലിരിക്കുന്ന എല്ലാം 200-250 രൂപയുടെ വാച്ചുകളെ. പിന്നെ ട്രിമ്മർ പരിചയപ്പെടുത്തുന്നുണ്ട്. ട്രിമ്മർ നമ്മൾ 500 തൊട്ട് ട്രിമ്മർ പരിചയപ്പെടുന്നുണ്ട്. 500 രൂപ. ഇപ്പം കാണിച്ച ട്രിമ്മറിന് 1000 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. ട്രിമ്മർ അതിനകത്ത് കുറേ ഹെഡ് വരുന്നതാണ്. പിന്നെ ലേഡീസിന് കുറച്ച് ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. 200 രൂപ റേറ്റ് വരുന്നുണ്ട് ഇതിന്. പിന്നെ 800 രൂപയുടെ ഈ സ്പീക്കർ ചെറുതാട്ടോ. ഓൾമോസ്റ്റ് ചെറിയ സ്പീക്കറാണ് നമ്മൾ സാധാരണ കാണുന്നതിലും. 250 ബാഗുകൾ ഇരിക്കുന്നുണ്ടോ. 250 ബാഗുകൾ നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല അടിപൊളി ബാഗുകളാട്ടോ ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. ലെതറിൻ്റെ മോഡൽ 150 രൂപ ട്രാക്ക് പാൻറ്റ് ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ കുറച്ച് ലേഡീസ് ചപ്പൽസ് ഇരിപ്പുണ്ട്. 150-200 രൂപ വരുന്നുള്ളൂ. ഗ്ലാസ്സുകൾ ഏതെടുത്താലും ഇതിനകത്തുനിന്ന് 100 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഏതെടുത്താലും 100 രൂപ. ഇഷ്ടം പോലെ ഗ്ലാസ്സുകൾ. ഇപ്പം എന്താ പറയുന്നത്, ചൂട് സീസൺ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ അത്യാവശ്യമാണ്. പിന്നെ നമ്മളിപ്പം ഇറങ്ങിയ സമയത്ത് നമ്മളിവിടെ ശ്രീജിത്തിനെ കണ്ടു. നമുക്ക് എല്ലാവർക്കും ഒരേ സെക്രട്ടേറിയറ്റിലൊക്കെ അനിയന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരുന്ന ശ്രീജിത്ത് ഇപ്പം നമുക്ക് കാൽനടയായിട്ട് ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് കണ്ട് പുള്ളിയായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഒരു കാഴ്ച കൂടി കണ്ടു. നമ്മുടെ നാട്ടിലെ പോലെ ചെല്ലാൻ ഒട്ടിക്കുന്ന പരിപാടിയൊന്നുമില്ല. വണ്ടി വഴി പാക്ക് ചെയ്താൽ അത് ഇതുപോലെ എടുത്തുകൊണ്ട് പോകും. പിന്നെ കോടതി കൊണ്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ബോറിംഗ് ഒന്നും അല്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ഡൽഹിയിൽ നിന്ന് വേറെ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും വീഡിയോ ഇടണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനത് എന്തായാലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.